കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലേക്ക് ഇപ്പോൾ താരപുത്രന്മാരുടെ പ്രവേശത്തിൻ്റെ കാലമാണ്. ദുൽഖർ സൽമാനിൽ തുടങ്ങി മോഹൻലാലിൻ്റെ പ്രണവിനും ശേഷം മുകേഷിൻ്റെ മകൻ ശ്രാവണിൽ എത്തി നിൽക്കുകയാണ്. ബാലതാരമായി മലയാളത്തിലെത്തുകയും പിന്നീട് നായകനായി തമിഴിൽ അരങ്ങേറുകയും ചെയ്ത താരപുത്രനാണ് കാളിദാസ് ജയറാം. കാളിദാസ് മലയാളത്തിൽ അരങ്ങേറുന്ന പൂമരം എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. മോഹൻലാൽ ആരാധകനാണോ മമ്മൂട്ടി ആരാധകനാണോ എന്ന ചോദ്യം ഇന്ന് സിനിമയിലെത്തുന്ന ഏതൊരു പുതുമുഖ താരവും കാത്തിരിക്കുന്നതാണ്. ദുൽഖറിനെ പോലും കുഴക്കിയ ഈ ചോദ്യത്തിന് പക്ഷേ കാളിദാസിൻ്റെ കയ്യിൽ വ്യക്തമായ ഉത്തരമുണ്ട്. താനൊരു കടുത്ത മോഹൻലാൽ ആരാധകനാണെന്നാണ് കാളിദാസ് പറയുന്നത്. മോഹൻലാൽ ചിത്രങ്ങൾ റിലീസ് ദിവസം ആദ്യ ഷോ തന്നെ കാണാൻ ശ്രമിക്കാറുണ്ടെന്നും കാളിദാസ് പറയുന്നു. മമ്മൂട്ടിയെ പക്ഷേ കാളിദാസ് കാണുന്നത് മറ്റൊരു തരത്തിലാണ്. കാളിദാസിന് മമ്മൂട്ടിയുമായുള്ള ബന്ധം സിനിമയ്ക്കും അപ്പുറമാണ്. വ്യക്തിപരമായി മമ്മൂട്ടിയോടാണ് കാളിദാസിന് ഏറെ അടുപ്പം. കാളിദാസിൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് മമ്മൂട്ടി. ജീവിതത്തിലെ പല ഘട്ടങ്ങളും കാളിദാസിന് മമ്മൂട്ടി ഉപദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു. അവയിൽ പ്രധാനം പഠനം കഴിഞ്ഞിട്ടേ സിനിമയിൽ ഇറങ്ങാവൂ എന്നതായിരുന്നു. തൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടി എപ്പോഴും ശ്രദ്ധിക്കുമെന്നും കാളിദാസ് പറയുന്നു. കാളിദാസ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാക്കിയത് ചെന്നൈയിലെ ലയോള കോളേജിലാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നതിനും ലയോള കോളേജിൽ തന്നെ പഠിക്കാനും കാരണം മമ്മൂട്ടിയാണെന്നും കാളിദാസ് പറയുന്നു. ലയോള കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ നിർദ്ദേശിച്ചതും മമ്മൂട്ടിയാണത്രേ. പ്രേക്ഷകരുടെ പ്രിയ താരമാണ് കാളിദാസ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ ബാലതാരമായി എത്തിയ കാളിദാസ് എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യൂ.